ഹലോ കൂട്ടുകാരെ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മളൊരു ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള SD ജാവ ഷോറൂമിലാണ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് റൈഡ് എടുക്കാൻ പോകുന്ന വണ്ടീനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, ബിക്കോസ് തംബ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. നമ്മളിന്ന് SD അഡ്വഞ്ചറിൻ്റെ ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി പോകുന്നത് നമ്മുടെ ബൈക്കിൻ്റെ റൈഡ് റിവ്യൂ പാർട്ടിലോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വണ്ടി ഓടിച്ച സമയത്ത് എന്തൊക്കെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് ഫസ്റ്റ് പോകാം. ഓക്കെ, സോ റൈഡ് റിവ്യൂ പാർട്ട് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് പോകാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ SD അഡ്വഞ്ചറാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് സെഗ്മെൻ്റ് ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടിയുണ്ട്. സോ റൈഡ് എക്സ്പീരിയൻസിനാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓഫ് റോഡൊന്നും ചെയ്യാൻ നിർവാഹമില്ല. ട്രാഫിക്ക് അതേപോലെ തന്നെ ഹൈവേ പെർഫോമൻസ് മാത്രമേ നമുക്കിതിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് യോഗമുള്ളൂ കുട്ടികളെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അബൌട്ട് സർവീസ് എക്സ്പീരിയൻസ്, ഷോറൂം എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് കൂടെ എനിക്ക് പറയാനുണ്ട്. ഫസ്റ്റ് തന്നെ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമേ തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും എഗ്രി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് എനിക്കിതിൻ്റെ എക്സോസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടൊരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോഴേ. നല്ല രസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, 187 kgs ഉണ്ട് വെയിറ്റ് വണ്ടിക്ക്. പക്ഷേ അത് ഫീൽ ചെയ്യത്തില്ല. ഡെഫിനറ്റ്ലി അത് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, പിന്നെ ഭയങ്കരമായിട്ട് ഈസി ആണോ, നമുക്ക് ഫ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GS ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുക, ഹിമാലയൻ 190 kgs ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഹാൻഡ്ലിങ് ഭയങ്കര സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ GS-ഉം പിന്നെ വെയിറ്റ് കുറവാണ്. ബട്ട് സ്റ്റിൽ അത്രയും ഒരു ഫ്ലിക്കബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ചെറിയൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി വണ്ടി പ്രോപ്പർ മെയിൻറ്റൈൻഡ് അല്ലാത്തതുകൊണ്ടാവാം, ബട്ട് ആ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ചാടി നിൽക്കുന്നുണ്ട് വണ്ടി. ആ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയല്ലേ, ഞാൻ എന്തിനാ എണ്ണ അടിച്ചതെന്ന്. അത് തന്നെയാണ് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ളത് ഗൈസ്. സംഭവം എനിക്ക് പൈസ തിരിച്ച് കിട്ടും, ബട്ട് സ്റ്റിൽ അതൊരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് നിർത്തിയൊക്കെ ഇട്ട് ഓടിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം വണ്ടി പോലെ ഓടിക്കാൻ ഉള്ളൊരു ഫീല് കിട്ടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ബാക്കി അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിലോട്ട് പോകാം. നമ്മൾ കൈ കൊടുക്കുമ്പോണ്ടല്ലോ കേട്ടോ, വണ്ടി കയറുന്ന അറിയാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര നൈസാണ്. എനിക്കത് ഭയങ്കര ഇതാണ് കേട്ടോ. അതായത് അറിയാതെ കയറുന്നതിനെക്കാട്ടിലും വണ്ടി കുറച്ച് നല്ല ഒരു എന്താ പറയുന്ന ഒരു മുരൾച്ചയുണ്ട് വണ്ടിക്ക്. പിന്നെ മീറ്റർ കൺസോളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്. എൻ്റെ അമ്മേ, ആണ് കൊള്ളാം കേട്ടോ, സീനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഫോർച്ചുനേറ്റ്ലി നമുക്കിത് എല്ലാം റീഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഗിയർ പൊസിഷൻ, ഗിയർ ഇൻഡിക്കേഷൻ ഭയങ്കര കുഞ്ഞായിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ കമ്പയർഡ് ടു GS അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആണെന്ന് പറയേണ്ടി വരും. ഈവൻ ഹിമാലയനിലാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും, ഗിയർ പൊസിഷൻ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. ഇതിൽ ഫീച്ചർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. സോ മിറേഴ്സിൻ്റെ വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നൈസായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മിറേഴ്സാണ്. നല്ല രീതിക്ക് വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്.
എനിക്കിപ്പോഴും ആ ഗിയറിൻ്റെ സംഭവം ഇതിന് ഗിയർ എന്താണെന്നറിയോ, ഗിയർ ഇങ്ങനെ ലിവർ ഇങ്ങനെ വളച്ച് തിരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ GS-ൻ്റെ കുറച്ചുകൂടെ സ്ട്രൈറ്റ്, GS-ൻ്റെ എന്നല്ല, നോർമലി വണ്ടികളുടെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാനിട്ട് തട്ടുന്നത് ആ വെട്ടിലാണ് ഇട്ട് തട്ടുന്നത്. ആഹാ എൻ്റെ മോനെ. ഓ നൈസ്. ഓക്കെ ഗൈസ്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ആക്സിലറേഷൻ. അയ്യോ, കൈ കൊടുക്കുമ്പോൾ നൈസായിട്ട് പോകുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ബ്രേക്കിങ് നൈസാണ്, അടിപൊളി ബ്രേക്കിങ്ങുമാണ്. കാലിൽ ചെറുതായിട്ട് ചൂടടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. 350cc ചെറിയ ട്രാഫിക്, സെയിം സ്റ്റോറി. ഞാൻ ഇതുവരെ ഓടിച്ച ADVCയിൽ എനിക്ക് തോന്നുന്നു വിസ്ട്രോമാണ് ആ ഒരു കാര്യത്തിൽ എന്നെ ഞെട്ടിച്ചത്. ട്രാഫിക്കിൽ നമ്മൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും വണ്ടിക്കൊരു മൈൻഡും ഇല്ല. ഒരു ADV ആണെന്നുണ്ടെങ്കിലും സ്മൂത്തായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. വണ്ടി ഓടിച്ച് പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. വൈഡാണ് ഹാൻഡിൽ ബാർ. ഓക്കെ, എനിക്ക് ഇത് കാണുമ്പോഴത്തേക്ക്, ഏതാ നമ്മുടെ ജോയിസ്റ്റിക്ക് കാണുമ്പോഴത്തേക്ക് കറക്റ്റ് ADVയിലെ ജോയിസ്റ്റിക്ക് പോലെ കേട്ടോ, അതേപോലെയാണ്, സെയിം ഡിസൈനാണ്. സസ്പെൻഷൻ നമുക്ക് നോക്കാം, ബമ്പ് കയറി നോക്കാം. ഓ, ആക്ച്വലി സസ്പെൻഷൻ്റെ കേസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷേ അതിന് മുന്നേ ഇതിൻ്റെ ഫ്രണ്ട് വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. 41 mm ആണ് സസ്പെൻഷൻ വരുന്നത്. ട്രാവൽ വരുന്നത് 200 mm ആണ് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത്. പക്ഷേ എൻ്റെ GS-ൻ്റെ 190 ആണ് കേട്ടോ, USD ആണ്. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ഈവൻ ഹിമാലയൻ്റെ 200 ആണ്. പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും GS-ൻ്റെ സസ്പെൻഷൻ ഭയങ്കര കംഫർട്ടബിളായിട്ട് സോഫ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും സോഫ്റ്റ് സസ്പെൻഷൻ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് കംഫർട്ട് വൈസ് നമ്മൾ നോക്കുമ്പം അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ ആക്സിലറേഷൻ എത്രത്തോളം ഉണ്ട് നോക്കാൻ പോവാ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുക്കാം, മേൽപ്പാലം കയറിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ത്രോട്ടിൽ കൊടുത്തു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ മോനെ, ത്രോട്ടിൽ റെസ്പോൺസ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ബ്രേക്കിങ്ങും കൂടെ നോക്കാം. ബ്രേക്ക് ചെയ്യുമ്പോൾ കണ്ടോ എത്ര പെട്ടെന്ന് 50-ലോട്ട് എത്തിയെന്നുണ്ടോ. അത്യാവശ്യം നൈസ് ബ്രേക്കിംഗ് ആണ് കേട്ടോ, അടിപൊളി ബ്രേക്കിംഗ് ആണ്. ഹാൻഡ്ലിങ് അത്യാവശ്യം സ്മൂത്താണ്, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ കമ്പാരിസൺ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ വരുന്നത് നമ്മുടെ ഫീച്ചർ വൈസ് നോക്കുമ്പോൾ ചാർജിങ് പോർട്ട് ഉണ്ട്, USB-യും C-യും ഉണ്ട് കേട്ടോ ഇതിൽ. അത് ഞാൻ അവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോൾ പറയാം. ചെറിയൊരു വോബിൾ ഉണ്ട് കേട്ടോ, ഹാൻഡിൽ ചെറിയൊരു വോബിൾ ഉണ്ട് ചെറുതായിട്ട്. സസ്പെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സോഫ്റ്റ് ആണോ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് അല്ല എന്ന് പറയേണ്ടി വരും. സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, നമുക്ക് ലോങ് ടൂറിങ്ങിനൊക്കെ പറ്റിയ സീറ്റാണ്. പില്ലിയൻ്റെ കംഫർട്ട് നമ്മൾ ലെങ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ലെങ്ത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമുക്ക് കുറച്ച് ഓഫ് റോഡ് ട്രൈ ചെയ്ത് നോക്കാം. ഈ ആശുപത്രിയുടെ എങ്ങോട്ട് പോകുന്ന വഴി അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓഫ് റോഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, ലോ ആൻഡ് ടോർക്കും കാര്യങ്ങളൊക്കെ. ഓ എൻ്റെ അമ്മേ. ഓക്കേ, ഇതിനൊരു കമ്പാരിസണിന് വേണ്ടിയിട്ടേ ഞാൻ എൻ്റെ വണ്ടി ഇതുവഴി ഓടിക്കുന്നതും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അത്യാവശ്യം കംഫർട്ടബിളാണ് കേട്ടോ.
നൈസ്. പക്ഷേ ഇതിൻ്റെ എക്സോസ്റ്റ് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ആ ഒരു സൗണ്ട് പിന്നെ ഒരു പഞ്ചുണ്ട്. നമ്മൾ സ്റ്റിൽ വണ്ടി എപ്പോഴും നമ്മുടെ ആ ഒരു ടോർക്ക് ഫീൽ ചെയ്യും വണ്ടി ഓടിക്കുമ്പോൾ. ഒട്ടും മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹിമാലയൻ ഓടിച്ച സമയത്താണെങ്കിലും ADV 390 ഓടിച്ച സമയത്താണെങ്കിലും ലോ ആൻഡ് ടോർക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെറിയ RPM ഇല്ലേ, ലോ RPMസിൽ ഭയങ്കരമായിട്ടൊരു വണ്ടിയായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത പോലത്തെ ഒരു ഫീല് വരും. ഇതിൽ അതില്ല കേട്ടോ. ഭയങ്കരമായിട്ട് എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊരു പിടുത്തം വരുന്നുണ്ട് വണ്ടിക്ക്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഇവിടെ നമ്മൾ സിറ്റി ട്രാഫിക്കിൽ മാനൂവറിങ് എങ്ങനെയാണെന്ന് നോക്കാം. സ്വിച്ചസ് ഒക്കെ അത്യാവശ്യം നൈസാണ്, ടോഗിൾ ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. ഹോണിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്യാവശ്യം ലൗഡായിട്ടുള്ള ഭയങ്കര ഒരു വലിയൊരു വണ്ടി വരണം എന്നുള്ളൊരു ഫീലാണ് ഹോണിന്. സോ GSൻ്റെത് കീ എന്ന് കേൾക്കുന്ന ഹോണാണ്. സോ എനിക്ക് ഈ ഹോണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹിമാലയൻ്റെ ഹോണും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. റേഡിയേറ്റർ ഫാൻ ഓണായല്ലോ മക്കളെ. റേഡിയേറ്റർ ഫാൻ ഓണായിട്ടുണ്ട്. ADVസിൻ്റെ സ്ഥിര സ്വഭാവം വണ്ടി കാണിച്ചിട്ടുണ്ട്. സോ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വെൽക്കം ടു ദ ക്ലബ് ബഡി. അത് നമ്മൾ ADVസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അത്യാവശ്യം വലിയ വണ്ടി. ഇതൊക്കെ ടൂറിങ്ങിനും ADV നമ്മുടെ അഡ്വഞ്ചറിനും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന വണ്ടികളാണ്. സോ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ട്രാഫിക്കിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്തേക്കുന്നതിനല്ല. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹീറ്റാവും, റേഡിയേറ്റർ ഫാൻ ഓണാവും. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രം. സോ അത് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഓക്കേ, അടിപൊളി വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. മീറ്റർ കൺസോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയൊരു മീറ്റർ കൺസോൾ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്ന് പറയേണ്ടി വരും. കാര്യം ഞാൻ എൻ്റെ വണ്ടിയിൽ ഗിയർ പൊസിഷൻ ഞാൻ നോക്കി ഓടി. ഞാൻ ഇപ്പം നേരത്തെ എൻ്റെ ഗിയർലെസ് എന്ന് ഇൻഡിക്കേഷൻ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേഷൻ ഇല്ലാത്ത വണ്ടിയായിരുന്നു എൻ്റെത്, FC ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഗിയർ പൊസിഷൻ കറക്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ച് GS ഓടിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും അത് ഏത് ഗിയറാണ്, ഡൗട്ടും കൺഫ്യൂഷനൊക്കെ വരുന്ന സമയത്ത്. സോ അങ്ങനെ ശീലിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നോക്കുന്ന സമയത്ത് ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇത്തിരി പൂലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്. അതുകൊണ്ട് മീറ്റർ കൺസോൾ കുറച്ചുകൂടെ വലുതായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒറ്റ നോട്ടത്തിൽ തന്നെ പെട്ടെന്ന് കിട്ടുന്ന രീതിക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് പറയേണ്ടി വരും. ഞാൻ ആ മറ്റേ ഓഫ് റോഡ് കാണിച്ചു തരാം കേട്ടോ, എൻ്റെ വണ്ടിയിൽ പോകുന്നത് അത്ര കംഫർട്ട് ഇല്ല ഗൈസ്, ബട്ട് കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ്ങും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗിനർ ADV നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആട്ടോ, ഇത് നൈസാണ്. 350cc ഒരിക്കലും ഒരു ബിഗിനർ ആണെന്ന് ആരും പറയത്തില്ല. ബട്ട് എന്താ പറയണ്ടത്, നമുക്ക് ഈസി ടു മെയിൻറ്റെയിൻ ബൈക്കാണ്. പിന്നെ അത്യാവശ്യം വീണ്ടും കത്തിയോ ഭഗവാനെ, എണ്ണ തീർന്നാ 200 രൂപയ്ക്ക് അടിച്ചത്. അപ്പോൾ 3 ലിറ്ററെങ്കിലും ഉണ്ടെങ്കിലേ കാണിക്കുള്ളൂ ഇതിൽ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, 15 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. സോ കണ്ടുപഠിക്കൂ, BMW കണ്ടുപഠിക്കൂ. എല്ലാ ആൾക്കാരും 10-12 ലിറ്ററിന് മുകളിൽ എല്ലാവരും ടാങ്ക് റേഞ്ച് കൊടുക്കുന്നുണ്ട്. BMW മാത്രം 11 ലിറ്ററിൽ നിന്ന് ഇതുവരെ നേരം വെളുത്തിട്ടില്ല. 15 ലിറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലോങ് ടൂറൊക്കെ പോകാൻ പറ്റിയ ഒരു ടാങ്ക് റേഞ്ചാണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ, അതായത് 330cc ആണ്. സോ
നമുക്കൊരു 35 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ 30 കിട്ടുള്ളൂ. ഹൈവേ മൈലേജ് 25-30 ആ റേഞ്ചിൽ കിട്ടുള്ളൂ. സോ വിച്ച് ഈസ് ഹൈലി ഡിസപ്പോയിൻറ്റിങ്. കാര്യം നമ്മുടെ GS 40 അടുപ്പിച്ച് കിട്ടും ഹൈവേയിൽ. ഇത് ഞാൻ ഈ മൈലേജിൻ്റെ കാര്യം പറഞ്ഞത് വേറെ യൂസേഴ്സിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. ഹൈവേ മൈലേജ് 30 കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ V-Strom ഓടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ വണ്ടി ഓടിച്ചിട്ട് കയറിയപ്പോഴത്തേക്ക് ഭയങ്കര കുഞ്ഞു വണ്ടിയിലോട്ട് പെട്ടെന്ന് കയറിയ പോലത്തെ ഒരു ഫീലാണ് എന്നുള്ളൊരു സംഭവം പറഞ്ഞായിരുന്നു. ബട്ട് ഇതിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബിക്കോസ് അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഹാൻഡ്ലിംഗ് ആണെങ്കിലും വണ്ടിയുടെ ഒരു വലിപ്പം നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഹാൻഡ് ഗാർഡും കാര്യങ്ങളും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു മസ്ക്ലിൻ ഒരു സാധനം വരും. നമ്മൾ സീറ്റിൻ്റെ കംഫർട്ടിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ച സമയത്താണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് കേട്ടോ. നല്ല ശരിക്കുള്ള കുഷനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാർഡാണെന്ന് വെച്ചാൽ അത്രയും ഹാർഡും കാര്യങ്ങളൊന്നും അല്ല. ഈസി ആയിട്ട് നമുക്ക് ഒരുപാട് ഒരു ലോങ് ടൂറിങ്ങിന് വേണ്ടി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതെന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഇനി പില്ലിയൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് പില്ലിയൻ അത്യാവശ്യം ബ്രോഡായിട്ടുള്ളൊരു സീറ്റാണ്, പില്ലിയൻ സീറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ലോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ലോങ് അല്ല, ബട്ട് കുറച്ചുകൂടെ വൈഡാണ് പില്ലിയൻ സീറ്റ് പറയുന്നത്. കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ്, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കിൽ നമ്മൾ ബാക്കി ADVസിൻ്റെ കാര്യം പറയുന്ന പോലെ നമ്മൾ ഇതുപോലെ ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഒരു പില്ലിയൻ സീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലോങ് ടൂറിങ്ങിനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യും. അതിപ്പോൾ GSൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും അതിൽ കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പില്ലിയൻ സീറ്റാണ് വരുന്നത്. ഈവൻ കുഷനിങ് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് റൈഡ് പോകുന്ന സമയത്ത് ഈ ലെങ്ത്ത് കുറവായത് കൊണ്ടുള്ള കുറച്ച് ചെറിയ ചെറിയ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി കംഫർട്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആണ് കേട്ടോ. സീറ്റ് വളരെയധികം കംഫർട്ടബിൾ ആണെന്ന് പറയേണ്ടി വരും. ഹാൻഡിൽ ബാറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓഫ് റോഡ് കണ്ടീഷനിലാണെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതേപോലെ തന്നെ ഈ ഹാൻഡിൽ ബാർ സെറ്റപ്പും അത്യാവശ്യം ടോളായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇത് സാഡ്ലിംഗ് പോസ്റ്റർ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിങ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയിലെ സ്വിച്ചസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. റൈറ്റ് സൈഡിൽ നമുക്ക് വരുന്നത് ഇഗ്നീഷൻ സ്വിച്ച് ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് ഹസാർഡ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ കിൽ സ്വിച്ച് അതിന് മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് റൈറ്റ് സൈഡിലെ നമ്മുടെ ബട്ടൺസ്. ലെഫ്റ്റ് സൈഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് ADV 390യുടെയൊക്കെ പോലത്തെ സിമിലർ KTMൻ്റെ അതേ പാറ്റേണിലുള്ള ഒരു ഇതാണ് ബട്ടൺസാണ്, ടോഗ്ലിംഗ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മുടെ പാസ്റ്റ് ലൈറ്റ്, ഡിമ്മും ബ്രൈറ്റ്, അത് മൂന്നും ഒറ്റ സ്വിച്ചായിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഹോൺ ഞാൻ ഓടിക്കുന്ന സമയത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലൗഡായിട്ടുള്ള ഭയങ്കരമായിട്ട് മസ്ക്ലിൻ ആയിട്ടുള്ള ഒരു ഹോണാണ് കൊടുത്തിട്ടുള്ളത്. ഹോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി ഹോണാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ കണ്ടോ ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് USB കൊടുത്തിട്ടുണ്ട്, C കൊടുത്തിട്ടുണ്ട്. അതായത് ഐഫോൺ യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഒരുപോലെ തന്നെ ചാർജർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ലീവേഴ്സ് അഡ്ജസ്റ്റബിൾ അല്ല. ഈ പ്രൈസ് റേഞ്ച് വരുന്ന വേറൊരു വണ്ടികൾക്കും അങ്ങനെ അഡ്ജസ്റ്റബിൾ ലീവേഴ്സ് കൊടുത്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് വലിയൊരു നെഗറ്റീവായിട്ട് പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഭയങ്കര വൈഡായിട്ട് നമുക്ക് വലിയ ഒരു ബ്രോഡായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് സെഗ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് ഒരുവിധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ് മോഡ്സ് ഉണ്ട് ഗൈസ്. അതായത് നമുക്ക് ABS ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അത് GS ഓണേഴ്സിന് അറിയാൻ പറ്റും ആ ഒരു വേദന. സോ ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ RPM മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സ്പീഡ്, അത് ഒബ്വിയസ്ലി എല്ലാത്തിലും വരുന്ന പോലെ. പിന്നെ ഗിയർ പൊസിഷൻ സൈഡിലായിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ നമ്മുടെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങൾ, പിന്നെ ഇവിടെ ടൈം ഉണ്ട്. അതുപോലെ ഇവിടെ റൈഡിങ് മോഡ്സ് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ SD ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷനും ഉണ്ട്.
ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, അതുപോലെ കോൾ ഇൻഡിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വരും. അങ്ങനെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു മീറ്റർ കൺസോൾ ആണെന്ന് പറയും. പക്ഷേ എനിക്കൊരൊറ്റ സജഷനേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ഒരുപാട് ഉള്ളത് കൊണ്ട് ഭയങ്കര കുഞ്ഞായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഗിയർ പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ അത്യാവശ്യം വെയിലുള്ള സമയത്താണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് കാണണമെന്നില്ല, പൊടിയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ നമ്മുടെ റൈഡിങ് മോഡും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമുക്ക് അത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ നല്ല രീതിക്കൊന്ന് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് മാത്രം ഒരു സജഷനായിട്ട് നോക്കിയിട്ട് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തായിരുന്നു. ഇനി നമ്മൾ സസ്പെൻഷൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ സസ്പെൻഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് 41 mm. അപ്പോൾ ഇതിൻ്റെ ട്രാവൽ വരുന്നത് ഫ്രണ്ട് 200 mm ട്രാവലും ബാക്കിൽ 180 mm ട്രാവലുമാണ് വരുന്നത്. ബാക്കിൽ നമ്മുടെ റിയർ സസ്പെൻഷൻ മോണോഷോക്ക് 7 സ്റ്റെപ്സ് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. ഓടിച്ച സമയത്ത് ഈ ഒരു സസ്പെൻഷൻ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഈ ഒരു എക്സ്ട്രാ സോഫ്റ്റ് സസ്പെൻഷൻ എപ്പോഴും പ്ലസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു സിറ്റി റൈഡ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹൈ സ്പീഡ് കോർണേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഒരിക്കലും സോഫ്റ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത് കംഫർട്ടബിൾ ആയിട്ടല്ല ബിഗിനേഴ്സിന്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യാവശ്യം നല്ല സസ്പെൻഷനാണെന്ന് പറയേണ്ടി വരും. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. പക്ഷേ നമ്മൾ കമ്പാരിസൺ വരുമ്പോഴാണ് പ്രോബ്ലംസ് അവിടെ വരുന്നത്. അപ്പോൾ സസ്പെൻഷൻ്റെ കേസിൽ എനിക്കതാണ് പറയാനുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓഫ് റോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സിറ്റി കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഹൈ സ്പീഡ് കോർണേഴ്സ് എടുക്കാനാണെന്നുണ്ടെങ്കിലും സ്റ്റെബിലിറ്റി കോർണറിങ്ങിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തരുന്ന രീതിക്കുള്ളൊരു സസ്പെൻഷനാണ് SD ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വണ്ടി ഓടിച്ച സമയത്ത് പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിസ്കിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 320 mm ബാക്കിൽ 240 mm ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇനി നമ്മൾ ടയറിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് സ്പോക്ക് വീൽസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ ടയറിൻ്റെ കേസിൽ ഒരു കുഞ്ഞ് ഡിസപ്പോയിൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബ്ലെസ് അല്ല റിം. അപ്പോൾ അതുകൊണ്ട് അറിയാലോ, അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം എത്രത്തോളം പണി കിട്ടുന്നൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ഒരു ADV സംബന്ധിച്ചിടത്തോളം. സോ അടുത്തൊരു അപ്ഡേറ്റിൽ ട്യൂബ്ലെസ് ആയിട്ടുള്ള ഒരു റിം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എനിക്കിതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ മനഃപൂർവ്വം ഹിമാലയനെ കുത്തുന്നതല്ല, പക്ഷേ ഹിമാലയൻ്റെ ട്യൂബ്ലെസ് റിമ്മിൽ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പുതിയൊരു അപ്ഡേറ്റ് ഇറക്കിയതിൽ ട്യൂബ്ലെസ് ആയിട്ടുള്ള റിമ് കൊണ്ടുവന്ന് ഇങ്ങനെ ഭയങ്കര ഒരു വാർത്തയായിരുന്നു അത്. പക്ഷേ അത് റണ്ണിങ്ങിൽ തന്നെ അതിൻ്റെ ഇത് അറ്റാച്ച്മെൻറ്റ്സ് ഇളകി ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്ന പോലെ ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സും അതേപോലെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കാട്ടിലും ബെറ്ററായിട്ട് ഒരു സ്പോക്ക് വീൽ ട്യൂബ്ലെസ് ആയിട്ടുള്ള ഒരു സ്പോക്ക് വീൽ പ്രൊവൈഡ് ചെയ്യാൻ SD-ക്ക് പറ്റട്ടെ എന്ന് ഒരു നിർദ്ദേശം കൂടെ ഇവിടെ എനിക്ക് പറയാനുണ്ട്. ഇനി നമ്മൾ എൻജിൻ സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 334cc സിംഗിൾ സിലിണ്ടർ 4-stroke ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ഇവിടെ SD അഡ്വഞ്ചറിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്ന മാക്സ് ടോർക്ക് എന്ന് പറയുന്നത് 29.8 Nm അതുപോലെ തന്നെ മാക്സ് പവർ എന്ന് പറയുന്നത് 29.6 PS പവറുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ. റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റീനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് പറയാം. പക്ഷേ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളും ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വിസിബിലിറ്റി കുറച്ച് ക്വസ്റ്റ്യനബിളാണ് കേട്ടോ. ബിക്കോസ് ഞാൻ നേരത്തെ ഓടിച്ച സമയത്താണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ടേൺ എടുത്ത സമയത്ത് ബാക്കിൽ നല്ല രീതിയിൽ ഹോണടി കേട്ടിട്ടുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ആ ഒരു ഹോണടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ എനിക്കൊന്നും പ്രോപ്പറായിട്ട് വിസിബിൾ അല്ല എന്നുള്ളൊരു സംഭവം തോന്നുന്നുണ്ട്. കാര്യം കുഞ്ഞ് ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ എത്രത്തോളം വിസിബിലിറ്റി വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടാസ്ക്കാണ് കേട്ടോ. ഇനി ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സിമിലർ സെഗ്മെൻറ്റിലെ പല വണ്ടികളും വിത്തൗട്ട് മോഡിഫിക്കേഷൻസ് നമുക്ക് നൈറ്റ് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ SD അഡ്വഞ്ചർ 350 കൊണ്ടുവരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഹെഡ്ലൈറ്റാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് നൈറ്റ് ടൈമിൽ നമുക്ക് വിത്തൗട്ട് മോഡിഫിക്കേഷൻസ് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഹെഡ്ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ സാഡ്ലിംഗ് പോസ്റ്ററിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നിന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള നമ്മുടെ റൈഡിംഗ് പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ നീ കൊണ്ട് ടാങ്കിനെ ഗ്രാബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഈസി ആയിട്ട് നമ്മുടെ ഹാൻഡിൽ ബാറിലോട്ട് എത്താനും
പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. അതായത് അത്യാവശ്യം ടോപ്പായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ഹാൻഡിൽ ബാർ റൈസേഴ്സ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് മോഡിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ഓഫ് റോഡ് കണ്ടീഷൻസിലാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് സാഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പോസ്റ്ററാണ് SD അഡ്വഞ്ചറിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. എൻ്റെ ഹൈറ്റ് 168 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ 168 സെൻറ്റിമീറ്റേഴ്സിലൂടെ നമുക്ക് ഈസി ആയിട്ട് കയറി ഇരുന്ന് എടുത്ത് സ്ട്രൈറ്റ് ആക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും. പിന്നെ എടുത്ത് വെക്കുന്ന സമയത്ത് എൻ്റെ വണ്ടീൻ്റെ കാര്യങ്ങളും ലൈറ്റ് ആക്കാൻ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ ഓപ്പോസിറ്റാണ്. 199 kgs ഉണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ വണ്ടി എടുത്ത് സ്ട്രൈറ്റ് ആക്കാനായിട്ട് കുറച്ച് സ്ട്രഗിളാണ്. വെയിറ്റ് നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് എടുത്ത് സ്ട്രൈറ്റ് ആക്കാനായിട്ട് അതിന് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട്. സോ എനിക്ക് അത്യാവശ്യം നല്ല എനിക്ക് ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടും. ഓക്കെ, ടിപ്റ്റോ അല്ല, ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഫുഡ് കിട്ടും. നമ്മുടെ പുതിയ SD-യിൽ ക്രാഷ് ഗാർഡ് വരുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ക്രാഷ് ഗാർഡാണ് ഇവരിതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ വൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കേട്ടോ, അത്യാവശ്യം ലോങ് ആയിട്ടുള്ള നമുക്ക് ഒരുവിധം ടൂറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വൈസറാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ടൂറിംഗ് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വൈസർ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഒരു വണ്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളൊരു 10-20 ലക്ഷം രൂപയുടെ വണ്ടി നോക്കേണ്ടി വരും. അല്ലാതെ ഏത് വണ്ടിയുടെ വൈസർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എക്സ്ട്രാ വേറെ ആഫ്റ്റർ മാർക്കറ്റ് നോക്കേണ്ടി വരും. സോ അതുകൊണ്ട് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വൈസറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ടൂറിങ്ങിനൊക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് കംഫർട്ടും തരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. കാര്യം എൻ്റെ വണ്ടിയിൽ നോർമലി നമ്മൾ ലീവർ ഇരിക്കുന്നത് നമ്മളെ കാലിൽ തൊട്ട് ഇതായിട്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇവിടെ ഈ എൻജിൻ്റെ ഈ ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട്. ഒളിപ്പിച്ച് പോലെ ഇങ്ങനെ ഗിയർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഇട്ടാൽ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു പ്രോബ്ലമായിട്ട് എനിക്ക് പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ വണ്ടിയിൽ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒരു ബൾജിങ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ഗിയറിൻ്റെ പൊസിഷൻ കുറച്ചുകൂടെ മാറിയായിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ അതൊരു പ്രോബ്ലമായിട്ട് വന്നു. ഇനി നമ്മൾ റിയർ പോർഷനിലോട്ട്, അതായത് ടൂറിങ് ആസ്പെക്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലഗേജ് ക്യാരിങ് കപ്പാസിറ്റി. ഇപ്പോൾ GS-ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്രോഡായിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പ് റാക്ക് അവിടെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടെ ഷോർട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റിൽ കുഞ്ഞ് സ്പേസാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലുതായിട്ട് ലോങ് പോകുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ വെക്കേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ ടാങ്ക് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂറിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി വലിയൊരു ടാങ്കാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം സൈസ് ഭയങ്കരമായിട്ട് തോന്നിക്കില്ലെങ്കിലും കണ്ടോ 15 ലിറ്ററിൻ്റെ ടാങ്കാണ് നമുക്ക് SD അഡ്വഞ്ചറിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷേ മൈലേജിൻ്റെ കേസ് പറയുമ്പോൾ 30 ഹൈവേ മൈലേജ് 30-32 ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ അത് വലിയൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു മൈലേജായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഓണേഴ്സിനടുത്ത് ചോദിച്ചതിൽ വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ മൈലേജ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ 15 ടാങ്ക് കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടൂറിങ് എക്സ്പീരിയൻസ് തരാൻ ഈ ഒരു വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ കൂടെ SD ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ്, അതായത് വാട്ട് ഐ ഹാവ് ടു സേ, എനിക്ക് പറയാനുള്ളത്, അതാണ് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പേര്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസർച്ച് നടത്തിയത്, ഞാൻ ഇതേപോലെ യൂസേഴ്സുമായിട്ട് സംസാരിച്ചതും അതുപോലെ തന്നെ ഓടിച്ച റൈഡ് എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ സർവീസ് സെൻറ്ററിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആരൊക്കെ എടുക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ നോർമലി ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സർവീസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഷോറൂമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ അവിടെ നിന്നാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായത്. പ്ലസ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് വണ്ടി ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നേ എനിക്ക് പറയാനുള്ള ചെറിയൊരു മൈനസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റ് റൈഡ് എടുക്കാൻ വണ്ടി ഓണാക്കിയ സമയത്താണ് അറിയുന്നത്
ഫ്യൂവൽ വളരെ കുറവാണ്, ഇല്ല മീൻസ് ആ ഗേജിൽ കാണിക്കുന്നേ ഇല്ല. അപ്പോൾ ഇതിൽ ഓൾറെഡി മൈലേജ് കുറവായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലോങ് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു. ബട്ട് അതെങ്ങനെയാണ് അത് ഇത് ചെയ്തത്, ഈവൻ ഹിമാലയൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലത്തെ ഒരു ജസ്റ്റർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തേനെ കേട്ടോ. പക്ഷെ അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ബ്രോ ധൈര്യമായിട്ട് ഓടിച്ചോ, വഴിയിലാവുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് പിക്ക് ചെയ്തോളാം എന്നാണ് അമ്മമാർ പറഞ്ഞത്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ഒരു കാര്യം ചെയ്യും, പോകുന്ന വഴിക്ക് എണ്ണ അടിച്ചോ, ഇവിടെ വന്നിട്ട് നമുക്കത് ചെയ്യാം, എമൗണ്ട് തരാം, ബ്രോയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഓക്കെ ആയിരുന്നു സീരിയസ്ലി. ബിക്കോസ് ഞാൻ ഒരു വണ്ടി എൻ്റെ സ്വന്തം വണ്ടി ഓടിക്കുന്ന പോലെ ഓടിച്ചു പോയി, എണ്ണ അടിച്ച് അതിനുശേഷം ഓടിക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, അതിനുശേഷം ക്യാഷ് എത്രയാണോ ബില്ല് അതിനനുസരിച്ച് ക്യാഷ് ചെയ്യാം. അപ്പോൾ എനിക്കത് ഓക്കെ ആയിരുന്നു. ഈവൻ ഹിമാലയൻ റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ ഈ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും ഞാനത് ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തേനെ. പക്ഷെ അവർ ആ എഫേർട്ട് ഇട്ടില്ല, എന്തായാലും പോട്ടെ, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ബിഹേവിയർ ആയിരുന്നു റോയൽ എൻഫീൽഡ്. അപ്പോൾ സോ അതെനിക്ക് എടുത്ത് പറയേണ്ടി വരും. അപ്പോൾ ഇത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ വണ്ടി പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ്, അവിടെ ഷോറൂമിൽ തന്നെ മുകളിലൊരു സ്പേസ് അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു ഏത് സ്പേസാണ് കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ എവിടെ വേണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുകളിൽ ഒരു സ്പേസ് കണ്ടപ്പോൾ അവിടെ വണ്ടി വെച്ച് തന്നാൽ മതി, ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരവിടെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ സോ എല്ലാം കൊണ്ടും ആസ് എ റിവ്യൂവർ, ആസ് എ കസ്റ്റമർ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അവരുടെ സർവീസിൽ. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. SD അഡ്വഞ്ചർ ഇറങ്ങിയ സമയത്തെ ഇത് ഭയങ്കരമായിട്ട് ചർച്ചകളിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കല്ല, ഹിമാലയൻ്റെ കോപ്പി എന്നുള്ള രീതിയിലാണ് ഒരുപാട് പറഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഡിസൈൻ ഏകദേശം സിമിലർ ഡിസൈനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിമാലയൻ ഫാൻസ് ഒബ്വിയസ്ലി അത് ഭയങ്കരമായിട്ട് എന്താ പറയുക ചൂട് പിടിച്ച് ചർച്ചയായിരുന്നു ആ സമയത്ത്. ഹിമാലയൻ്റെ കോപ്പി എന്നും പറഞ്ഞ് തന്നെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഓടിച്ചപ്പോൾ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ എൻ സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പഴയ ഹിമാലയൻ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ. പുതിയ SD അഡ്വഞ്ചർ 2024 പുതിയത് ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, OG ഹിമാലയൻ ഒരു സ്പെസിഫിക് ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതായത് ഒരു നമ്മുടെ കയ്യിലാണ് വണ്ടി എന്നുള്ളൊരു ഫീല്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ഓഫ് റോഡർ അല്ലെങ്കിൽ ഒരു ADVയെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഇവിടെയും സെയിം ആയിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആ ഒരു പഴയ ഹിമാലയൻ പോയതിൽ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. സോ അതേ ഡിസൈനിൽ അതേപോലത്തെ ഒരു പെർഫോമൻസ് കിട്ടുന്നൊരു വണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. ബിക്കോസ് അതിൻ്റെ സ്പെക്കും ഏകദേശം സിമിലറാണ്. സിമിലർ എന്ന് പറയുമ്പോൾ ഹിമാലയൻ ഒബ്വിയസ്ലി കുറച്ച് അണ്ടർ പവർഡ് ആയിരുന്നു OG ഹിമാലയൻ. ഓക്കെ, ഇവിടുത്തെ കേസിൽ നിയർലി 30 PS പവറും അതേപോലെ തന്നെ 30 Nm ടോർക്കും നിയർലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും പ്രൈസ് ഞാനൊരു ഫാക്ടറായിട്ട് പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ സിമിലർ സെഗ്മെൻറ്റിൽ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുള്ളും അതേപോലെ തന്നെ നല്ല രീതിക്ക് ലോ ആൻഡ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതായത് കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ADV 250 നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ V-Strom 250 നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് പവറും അതേപോലെ തന്നെ ലോ ആൻഡ് ടോർക്കും പിന്നെ അത്യാവശ്യം നല്ല ലുക്കുണ്ട്. അടിപൊളി ലുക്കായിട്ടാണ് വണ്ടി വരുന്നത്. ബിക്കോസ് ഹിമാലയൻ്റെ ആ ഒരു OG ലുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക ഒരു സ്പെസിഫിക് ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം SDയുടെ ഈ ഒരു അഡ്വഞ്ചർ 350 എന്ന് പറയുന്ന മോഡൽ. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെയുള്ള SDയുടെ പ്രോബ്ലംസ് പറയാം. ഒന്നാമത്തെ എൻജിൻ നോക്കിംഗ് പ്രോബ്ലം വരുന്നുണ്ടായിരുന്നു SDക്ക്, നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു. അതേപോലെ ക്വാളിറ്റി ഇഷ്യൂസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. ബിക്കോസ് എൻജിൻ വാർണിംഗ് സൈൻ വരുന്നുണ്ടായിരുന്നു. അതേപോലെ പ്രോപ്പറായിട്ട് സെൻസേഴ്സൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ വരാറുണ്ട്. പിന്നെ ലോ എൻഡിൽ ഭയങ്കരമായിട്ട് നോക്കിങ്ങും അതേപോലെ തന്നെ വണ്ടി ഓഫ് ആവുന്ന സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് പുതിയ SD ഓടിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ആയ കാര്യം എന്ന് വെച്ചാൽ, ഈവൻ ഹിമാലയൻ ഓടിച്ച സമയത്താണെങ്കിലും ട്രാഫിക്കിൽ വെച്ചിട്ട് ഒരു തവണ എൻ്റെ വണ്ടി കയ്യിൽ നിന്ന് ഓഫായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ വണ്ടി GS ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് റൈഡ് എടുക്കുന്ന സമയത്തും എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഓഫായിട്ടുണ്ട്. പക്ഷേ ഇത് ഓടിച്ച സമയത്ത് ഒരു തവണ പോലും എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഓഫായിട്ടില്ല.
പിന്നെ ഈ സസ്പെൻഷൻ്റെ കേസ് ഞാൻ പറയുമ്പോൾ കംഫർട്ടിൻ്റെ കേസ് എല്ലാവരും പറയുന്നത് വെച്ചാൽ ട്രാവലാണ് നിങ്ങൾ നോക്കുന്നത്. ട്രാവൽ മാത്രമല്ല ആക്ച്വലി നോക്കേണ്ടത്, ഹോൾ സസ്പെൻഷൻ സെറ്റപ്പാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ്സും കംഫർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഹിമാലയൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ. ഹിമാലയൻ്റെ ഷോവയുടെ സസ്പെൻഷൻ 200 mm ട്രാവലുള്ള സസ്പെൻഷനാണ്. ബട്ട് സ്റ്റിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് GS അതേപോലെ തന്നെ ഹിമാലയനെ ഓടിച്ചതിൽ എനിക്ക് GSൻ്റെ സസ്പെൻഷനാണ് കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ട് തോന്നിയത്. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. ഓക്കെ, അതായത് ടൂറിങ്ങിന് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ GSൻ്റെ ആണ്. അതിന് 180 mm ഉള്ളൂ ട്രാവൽ, ബട്ട് സ്റ്റിൽ അതാണ് ബെറ്റർ. സോ ഞാനതാ പറയുന്നത്, ഹോൾ ഡിസൈനും അതേപോലെ തന്നെ നമ്മുടെ ഹോൾ സസ്പെൻഷൻ സെറ്റപ്പ് ഉണ്ടല്ലോ, കോൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സസ്പെൻഷൻ്റെ കംഫർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ട്രാവൽ മാത്രമല്ല. സോ ഇത്ര ട്രാവൽ ഉണ്ട് എന്ന് പറഞ്ഞ് മാത്രം നമ്മൾ കമ്പയർ ചെയ്യരുത്. ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ SD-യുടെ കേസിലും ഇതേപോലെ സെയിം 200 mm സസ്പെൻഷനാണ് ട്രാവൽ വരുന്നത്, 41 mm സസ്പെൻഷനാണ്. GSൻ്റെയും സെയിം ആണ്. ബട്ട് ഞാൻ കമ്പാരിസൺ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓഫ് റോഡ് ട്രാക്കിൽ ഓടിക്കുന്നത്, അതിലൊരു വെട്ടുണ്ട്. അവിടെ ഓഫ് റോഡിലോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു കട്ടിങ് ഉണ്ട്. അവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ SD ആയിട്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ടൊരു അടി അങ്ങ് അടിച്ചു. ഹാൻഡിൽ ബാറിൽ നല്ല രീതിക്ക് ആ വെട്ടലും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്ഥിരം അതുവഴി ഓടിക്കുന്നതാണ് എൻ്റെ GSൽ. എനിക്കങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ആ ഓഫ് റോഡ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതിന് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, GSൻ്റെ കേസിൽ അതിൻ്റെ ഡിസൈനിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ ലോ ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് സത്യം പറഞ്ഞാൽ ഈ ഓഫ് റോഡ് കേപ്പബിലിറ്റീസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. സോ ഞാൻ എൻ്റെ എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ വരെ ഒരിക്കലും ഞാൻ 2.5 ലക്ഷം രൂപയുടെ വണ്ടീനെ 4 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ ADV സെഗ്മെൻറ്റിൽ 350cc സെഗ്മെൻറ്റിലെ ഒരു വണ്ടി മറ്റൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. അങ്ങനെ മാത്രമേ എപ്പോഴും വിചാരിക്കാവുള്ളൂ. ബിക്കോസ് പ്രൈസ് ഒരിക്കലും ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ആ പ്രൈസിനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സർവീസ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു പ്രൈസിനെ ഒരു ഫാക്ടറായിട്ട് വെക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എല്ലാവരും എഗ്രി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കംഫർട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, അതായത് നിങ്ങൾ ഈ ഒരു ഞാൻ ഈ പറയില്ല ടോപ്പ് സെഗ്മെൻ്റ് എന്ന് പറയും, ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വണ്ടികളുണ്ടല്ലോ, GS അതേപോലെ തന്നെ ADV അതേപോലെ തന്നെ നമ്മുടെ ഹിമാലയൻ, ഇത് മൂന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സസ്പെൻഷൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആണെങ്കിലും ടൂറിങ് കേപ്പബിലിറ്റീസ് ആണെങ്കിലും കുറച്ച് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത്രയും ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ഓക്കെ, അത് പ്രത്യേകിച്ച് നിങ്ങളറിയാം. പിന്നെ ഫ്രണ്ട് ടെലിസ്കോപ്പിക്കാണ് സസ്പെൻഷൻ, അഡ്ജസ്റ്റബിൾ അല്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഇതാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ SD-യിൽ ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയാനുള്ള മെയിനായിട്ട് ഈ സെൻസേഴ്സിൻ്റെ ഇഷ്യൂ. ഇതിലെനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇനഫ് ഡേറ്റാസ് ഇല്ല ആക്ച്വലി ഇത് കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യാനായിട്ട്. കാര്യം ഞാൻ നേരത്തെ പഴയ യൂസേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് പേരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് തന്നിട്ടുണ്ട്, അതുപോലെ പോസിറ്റീവ് സൈഡും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിങ്ങും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പൾസുമായിട്ടോ, എക്സ്പൾസ് എനിക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്സ്പൾസ് ഇതേപോലെ ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അത് പലരും അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് യൂസേഴ്സ് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് എക്സ്പൾസിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ അതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന അതിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണെന്ന് ഞാൻ പറയേണ്ടി വരും. ഇഷ്യൂസ് ഇല്ല എന്നല്ല, പുതിയ വെർഷൻ്റെ ഇഷ്യൂസ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ബിക്കോസ് പുതിയ വെർഷൻ എടുത്ത ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. അപ്പോൾ അതുകൊണ്ട് പുതിയ വെർഷനിലെ യൂസേഴ്സ് ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക. അതിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. സോ ഈ വണ്ടി ഓടിച്ചതിന് ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ത്രോട്ടിൽ റെസ്പോൺസ് ആണെങ്കിൽ അന്യായ ത്രോട്ടിൽ റെസ്പോൺസ് ആണ്. പിന്നെ നേരത്തെ ഉണ്ടായതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞാൽ പറഞ്ഞല്ലോ, എൻജിൻ നോക്കിങ് എന്തായാലും ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. പ്രോപ്പറായിട്ട് ഞാൻ ഓടിക്കുന്ന സമയത്ത് അങ്ങനൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫേസ് ചെയ്ത പ്രോബ്ലം എന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു ഗിയർ. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ടേൺ ചെയ്യാനാണെന്നുണ്ടെങ്കിലും പിന്നെ 190 kgs നിയർലി വരുന്നുണ്ട് വണ്ടി, പക്ഷെ അത് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല ഹാൻഡിലിൽ. നിയർലി എനിക്ക് തോന്നുന്നു ഇതും
നമ്മുടെ പുതിയ ഹിമാലയനും ഏകദേശം സിമിലറാണ് വെയിറ്റിൽ. പക്ഷേ പുതിയ ഹിമാലയൻ പിന്നെയും നമുക്ക് ആ ഒരു കാര്യം അത്രയും ലോങ് ആയതുകൊണ്ട് കുറച്ച് ഹെവി ആണെന്നുള്ളൊരു സാധനം വരും നമുക്ക്. ഈവൻ ട്രാഫിക്കിൽ നിർത്തുമ്പോഴും നമ്മൾ ടേൺ ചെയ്യുമ്പോഴും നിർത്തിയിട്ട് എടുക്കുമ്പോഴും ഒക്കെ ആ ഒരു ഫീല് വരും. എടുത്ത് സ്ട്രൈറ്റ് ആക്കുമ്പോഴല്ല, നമ്മൾ ഉരുട്ടി മാറ്റത്തില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെയിറ്റ് അറിയാൻ പറ്റും ഹിമാലയനിൽ. പക്ഷേ ഇതിൻ്റെ കേസിൽ അങ്ങനെ ഒരു ഫീല് വരത്തില്ല കേട്ടോ, അത് ഡെഫിനറ്റായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ കുറേ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട്. ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീസ്ട്രോമിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജിൻ റിഫൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷേ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഓഫ് സസ്പെൻഷൻ ട്രാവൽ 120 mm സസ്പെൻഷൻ ട്രാവലാണ് അതിനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ടൂറിങ്ങിനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് അത്രയും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ADV പെർഫോമൻസ് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ടൂറിംഗ് പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉള്ള വണ്ടിയാണ്. ലോൺ ടോർക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ബിഗിനറായിട്ടുള്ള ഒരു ആളാണ്, നിങ്ങൾക്ക് ഓഫ് റോഡ് ചെയ്യണം, അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയുള്ള ആളാണ്, അല്ലെങ്കിൽ ചെയ്ത് പഠിക്കണം എന്നുള്ള ആളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എക്സ്പൾസിനെക്കാട്ടിലും മുകളിൽ പ്ലേസ് ചെയ്യും. പുതിയ എക്സ്പൾസ് അല്ല, പുതിയ എക്സ്പൾസ് ഞാൻ ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം എങ്ങനെയുണ്ടെന്ന്. പഴയ എക്സ്പൾസിനെക്കാട്ടിലും ഡെഫിനറ്റായിട്ട് മുകളിൽ പ്ലേസ് ചെയ്യും. ഓഫ് റോഡ് ഓൾ റോഡ് കേപ്പബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ, ടൂറിങ് ഓഫ് റോഡിങ് രണ്ടും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അതേപോലെ തന്നെ വീസ്ട്രോം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടൂറിംഗ് കേപ്പബിലിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വീസ്ട്രോം ഡെഫിനറ്റ്ലി ബെറ്റർ എന്ന് ഞാൻ പറയേണ്ടി വരും. അത് ആ സെഗ്മെൻറ്റിലെ ബാക്കിയുള്ള എല്ലാ വണ്ടിയെക്കാട്ടിലും ബെറ്റർ ആണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് അതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സോ നമ്മളിപ്പോൾ ടൂർ ചെയ്യുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉള്ള കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്തൊരു വണ്ടിയാണ് വീസ്ട്രോം എന്ന് പറയുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. സോ സിറ്റി റൈഡിന് വേണ്ടിയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതായത് ടൂറിങ്, സിറ്റി റൈഡിങ്, ഓഫ് റോഡിങ്, ഇത് മൂന്നും കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീസ്ട്രോമിനോട്ട് നോക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഫാക്ടറായിട്ട് പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാനില്ല, കുറച്ചൊരു എമൗണ്ടിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന, കൂടുതൽ പവർ എക്സ്പെക്ട് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഈ ഒരു വണ്ടിക്ക് പോകാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്, നോൺ ക്വാളിറ്റി ഇഷ്യൂസ് കുറേ ഉണ്ട്. പിന്നെ സർവീസ് സെൻറ്ററിൽ നിന്നുള്ള മോശം അഭിപ്രായങ്ങൾ ഒരുപാട് ആൾക്കാർ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട്, പിന്നെ ബഡ്ജറ്റ് ഒരു ഫാക്ടറായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റേ ഉള്ളൂ, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചൊരു ചെറിയ എമൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റിയൊരു ബൈക്കാണ് നമ്മുടെ SD അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ ഒരു റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. ഭയങ്കരമായിട്ട് അവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റി, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഏതെങ്കിലും ബൈക്കിനെ കുറിച്ച് റിവ്യൂ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഞാൻ പറയുന്നതിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ. പിന്നെ എന്നോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇൻസ്റ്റ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് പോസിബിൾ ആക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്ന കണ്ടൻറ്റാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കൂടുതൽ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.